ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സയ്യാദ വ്ളോഗ്സ്. അപ്പോൾ അമ്പാട് രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകണം കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 8 മണി 8:15 ആയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ തന്നെ. വേറെ എങ്ങോട്ടും അല്ല ഗൈസ് അവൻ കൂട്ടിയിട്ട് പോകുന്നത് തന്നെ മൾബറി പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെടിയിലാണെങ്കിൽ ഒരുപാട് മൾബറി ഉണ്ടായിട്ടുണ്ട്. പഴുത്തതും അതുപോലെ തന്നെ പഴുക്കാറായതും മൂത്തതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ മൾബറി ഉണ്ട് ഗൈസ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുമാതിരി ആയിപ്പോൾ ഏത് പറിക്കണം എങ്ങനെ പറിക്കണം എന്നൊക്കെയുള്ള ഒരു ഡൗട്ടാവും. അത്രയും ഉണ്ട് കേട്ടോ അതിൽ. ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ തറവാട്ടിൽ ഒരു മൾബറി ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് വലിയൊരു മരം പോലെ ഉണ്ടായിരുന്നു. വലിയൊരു ചെടി, മരമല്ല മൾബറി ചെടിയാണ്. പക്ഷെ അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് മൾബറി ഉണ്ടാവും കേട്ടോ അത്. പക്ഷെ അതൊരു സീസൺ പോലെയാണ് ഉണ്ടാവുക. പക്ഷേ ഈ ചെടിയിൽ സീസണിലല്ല ഗൈസ് ഉണ്ടാകുന്നത്, എല്ലാ ടൈമും ഉണ്ട്. അതായത് ഇപ്പോൾ ഇതെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു മാസം 2 മാസത്തിനുള്ളിൽ പിന്നെയും പൂവിടുന്നു, പിന്നെയും കായ് വരുന്നു. ഫുൾ ടൈം ഇതിൽ ഫ്രൂട്ട്സാണ് ഗൈസ്. പിന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഒരു ദിവസമൊക്കെ ഇങ്ങനെ ആയി നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് താഴെ വീണ് പോകും. പിന്നെ താഴെ വീണത് എടുക്കാനും പറ്റില്ല. അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. ചെടിയിൽ നിന്ന് ഫ്രഷായിട്ട് പറിച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഈ മൾബറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഗീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീൻസ് ഇങ്ങനത്തെ ടേസ്റ്റുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അതായത് കുറച്ച് മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടമല്ല. അതുപോലെ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല. ആർക്കൊക്കെ സ്ട്രോബെറി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട് ഗീസ്. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമേ അല്ല. അതുപോലെ തന്നെയാണ് ഇതും. ഇഷ്ടമല്ലായകയല്ല, അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കണം അങ്ങനെയുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ പണ്ടൊക്കെ ഇങ്ങനെ മൾബറി എന്ന് പറയുമ്പോൾ ഭയങ്കര റെയർ ആയിട്ടൊക്കെയാണ് ഇങ്ങനെ കാണുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കും. ഇന്നിങ്ങനെ കുറച്ചിങ്ങനെ പഴുക്കാറായ ഫ്രൂട്ടായിരിക്കും, അത് നാളെ ആകുമ്പോൾ പഴുത്തിട്ടുണ്ടോ നോക്കും, ആരാ ആദ്യം പോയി വലിക്കണമെന്ന് നോക്കും, അതിനുവേണ്ടി അടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അതിങ്ങനെ പൂവിട്ട് കഴിഞ്ഞ് ഒരു ചെറിയ പുളിപ്പാകുമ്പം തന്നെ എല്ലാവരും അത് പറിച്ച് കഴിക്കാൻ വേണ്ടി നോക്കും. പഴുക്കാനൊന്നും അവിടെ ഒരു ഗ്യാപ്പും കൊടുക്കില്ല. ഈ ഫ്രൂട്ട്സൊക്കെ പറിച്ചിട്ട് വന്നിട്ട് അമ്പാടി റിച്ചും കൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് അതിൽ പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്കത് അവർ കഴിക്കുന്നത് കാണുമ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ടാണ്. കാരണം എനിക്കിങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും. ഞാൻ അവർ കൊണ്ടുവന്നാൽ തന്നെ ഇങ്ങനെ 1-2 ഒക്കെ ഇങ്ങനെ എടുത്ത് വായിട്ട് വെറുതെ കഴിക്കുന്നല്ലാതെ ഇവർ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പാടിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമുക്ക് ആ ടീഷർട്ടൊക്കെ ഫുള്ളും കംപ്ലീറ്റ് നാശമായി. പേനിൻ്റെ നിബിനൊക്കെ പൊട്ടിച്ച് കയ്യിൽ ഫുള്ള് മഷിയാക്കിയിട്ട് വന്ന് നിൽക്കുകയാണ് ഗൈസ് അമ്പാടി. ഞാൻ അവിടെ ഇങ്ങനെ ഓരോന്ന് പറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവൻ വന്ന് പറയണം, മമ്മി ഇത് ഇവിടെയുണ്ട്, ഇവിടത്തെ പറിച്ചതാ, അവിടത്തെ പറിച്ചതാ. അങ്ങനെയായിരുന്നു അവൻ. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഇത് മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് മഴവെള്ളമൊക്കെ വീണിട്ട് ആകെ നാശമായിട്ടുണ്ട്. മഴവെള്ളം തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ കംപ്ലീറ്റ് പഴങ്ങളും ഇങ്ങനെ താഴെ കൊഴിഞ്ഞ് കിടക്കുമായിരുന്നു കേട്ടോ. കാരണം വെള്ളം തട്ടിയിട്ട് എല്ലാം കൊഴിഞ്ഞ് കിടക്കുമായിരുന്നു. ഈ ഒരു ഫ്രൂട്ടിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് കുട്ടികൾ കഴിക്കുന്നുണ്ടോയെന്ന് ഒരു പ്രശ്നമില്ല, അവർക്ക് നല്ല തന്നെയാണ്. അവരെല്ലാം കഴിക്കട്ടെ അല്ലേ, അവർക്ക് എല്ലാ ടേസ്റ്റും അറിയണ്ടേ. ഇതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരുപാട് പഴുത്ത ഫ്രൂട്ടൊക്കെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ പൊട്ടി വരും. അവിടെ പോയിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിന്നു എന്ന് പറയാം. കാരണം ഏത് പറിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. കാരണം എല്ലാ കൊമ്പിലും പഴുത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്, എത്രയാണെന്ന് കണ്ടോ? നല്ല രസമില്ലേ കാണാൻ. ഇതിനെ കാണുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഓർമ്മ വരുന്നത് ഈ പുഴുവില്ലേ, നമ്മുടെ കമ്പിളിപ്പുഴുവില്ലേ, അതിനെയാണ് ഓർമ്മ വരിക. ഇതിനെ കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നുന്നില്ലേ. പക്ഷേ എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ മൾബറി ഫ്രൂട്ട് ഇഷ്ടമാണെന്നുള്ളത് ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ആരുടെയൊക്കെ വീട്ടിലിത് ഉണ്ടെന്നും കൂടെ പറയണം കേട്ടോ. ഞങ്ങൾ പറിച്ച് പകുതി ആയി കഴിഞ്ഞപ്പോൾ ആശ സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവനും കൂടെ വന്ന് ജോയിൻ ചെയ്തു മൾബറി പറിക്കാൻ വേണ്ടിയിട്ട്. ഇവർ പിന്നെ രാവിലെ 5:30 ആകുമ്പോൾ എണീക്കുക, സൈക്കിൾ ചവിട്ടാൻ പോവുക, ഒരു 7 മണി വരെ സൈക്കിൾ ചവിട്ടുക. ഇതൊക്കെയാണ് ഇവൻ്റെ ഹോബി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് മൾബറി പറിക്കുന്നത് കണ്ടപ്പോൾ ആശാനും കൂടെ വന്നാണ്. റിച്ച് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര ഷോ ആയിരുന്നു. കാരണം അവൻ ദിവസം രാവിലെ വന്ന് പറിക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പറയുന്നു, മമ്മി അവിടെ ഉണ്ടാവില്ല അധികം പഴുത്തത്, ഈ സൈഡിലായിരിക്കും, ആ സൈഡിലായിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ വന്ന് പറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ഞങ്ങളെ. പിന്നെ അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും പുറത്ത് നല്ല വെയിലൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിലൊന്നും ഇല്ല കേട്ടോ, പക്ഷേ റോഡിലൊക്കെ നല്ല വെയിൽ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ മെല്ലെ വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പിള്ളേരുടെ നാക്കും കയ്യിലും ഫുള്ളും ഇതിൻ്റെ കളറായിരിക്കുകയാണ് കേട്ടോ, ഫുൾ കളറാണ്. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇവരെയൊക്കെ ഒന്ന് തേച്ചൊരച്ച് കുളിപ്പിച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുമ്പോഴേക്കും എന്നെ ഒരു വിധമാവും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.